വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് വർഷമായിട്ട് എനിക്ക് ബാക്ക് പെയിന്, പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ മുട്ടിൻ്റെ പോർഷൻ തൊട്ട് അത് നമ്മുടെ ഫുട്ടിൻ്റെ ഹീലിൻ്റെ അവിടെ ചെന്ന് എനിക്ക് വേദന ഇറങ്ങി വരുന്നൊരു ഒരു അവിടെ ചെന്ന് അവസാനിക്കുന്നൊരു ഫീലാണ്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് അനുഭവിക്കുന്നു. പിന്നീട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈവൻ നമുക്ക് ബെഡിൽ നിന്ന് എണീറ്റ് ഒരു 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 സെക്കൻഡുകൾ പോലും നമുക്ക് ആ ടൈലിൽ കാല് വെക്കാൻ പറ്റുന്നില്ല. അത്രയധികം പെയിൻഫുള്ളാണ്. അപ്പം ഞാൻ എന്താണ് റീസൺ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു സ്ലിപ്പറിൻ്റെ പ്രശ്നമാണെന്ന്. ഞാനപ്പോൾ വിചാരിച്ചു എന്നാൽ ഹീൽ പെയിനൊക്കെ റിലീഫായിട്ടുള്ള സ്ലിപ്പേഴ്സൊക്കെ ഓൺലൈനിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോഴാണ് മീഷോയിൽ കണ്ടപ്പം സാധാരണ മീഷോയിലൊക്കെ ഫ്ലിപ്കാർട്ടിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് നമുക്ക് ലാഭത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോഡക്റ്റുകളുടെ ഈ പറയുന്ന ക്വാളിറ്റി നല്ലത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ നോക്കിയപ്പോഴും ആദബ് അട്രാക്റ്റീവ് വുമൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ സ്ലിപ്പർ എന്ന് കണ്ട് ഞാനൊരു 136 റുപ്പീസിൻ്റെ ഒരു സ്ലിപ്പർ ഞാൻ ഓർഡർ ചെയ്തു. അതിൻ്റെ റിവ്യൂ ആട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. പ്ലാസ്റ്റിക് സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ചപ്പൽസൊക്കെ നമുക്ക് കിട്ടത്തില്ലേ, വളരെ ലോ പ്രൈസിൽ 100 രൂപയ്ക്കൊക്കെ. ആ ഒരു സ്ലിപ്പറിന് യൂസ് ചെയ്യുന്ന ലോ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ അടിയിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാല് നമ്മൾ ഈ ഒരു സ്ലിപ്പറിലേക്ക് ഇടുമ്പോൾ നമുക്ക് അന്നേരം തന്നെ മനസ്സിലാകും ആ ഒരു ഫ്രണ്ട് പോർഷന് മാത്രമേ ഒരു സോഫ്റ്റ്നെസ് ഉള്ളൂ. അതിൻ്റെ അടിയിലേക്ക് ഭയങ്കര നമ്മൾ ഭയങ്കര ഒരു അൺകംഫർട്ടാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കൂടുന്നു. എനിക്ക് കാലിന് ഉള്ള പെയിൻ കൂടിയെന്നല്ലാതെ ഒരു ബെനഫിറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല. അന്നേരം തന്നെ സംഭവം ഞാൻ റിട്ടേൺ കൊടുത്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മീഷോയിൽ നിന്ന് ഈ ഒരു ചെരുപ്പ് മേടിച്ച്, ഇപ്പം ലെഗിനൊക്കെ പെയിൻ ഇല്ലാത്ത ആളുകളാണ് ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പെയിൻ കൂടും എന്നല്ലാതെ യാതൊരു ബെനഫിറ്റും ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഈ ഇവ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെയൊക്കെ എന്താ പറയുക, നമ്മൾ ഈ കടകളിലോ അല്ലെങ്കിൽ ഈ ഫുട്പാത്തിലൊക്കെ ഇതിനേക്കാളും നല്ല സ്റ്റാൻഡേർഡുള്ള 100 രൂപയ്ക്ക് കിട്ടും നമുക്ക് കാലിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇത് പക്ക എന്താ പറയുക ലോ ക്ലാസ് സാധനമാണ്. ഒരിക്കലും ഈ ഒരു പെയിൻ റിലീഫിന് ഈ ഒരു സ്ലിപ്പർ മേടിക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രൈസ് ലോ ആയതുകൊണ്ടായിരിക്കും, എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന് 7 ഡേയ്സ് കേട്ടോ, കറക്റ്റ് 7 ഡേയ്സ് ആയപ്പോഴാണ് സാധനം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു ടൈം, സത്യം പറഞ്ഞാൽ ഈ 2 എണ്ണത്തിന് നമ്മുടെ ടൈമാണ് വേസ്റ്റായി പോകുന്നത്. കാരണം ഇവരെപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിലാണ് വരുന്നെങ്കിൽ വീട്ടിലാൾ വേണം. അപ്പം അങ്ങനത്തെ ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താറില്ല. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുക്കുന്നത്. കാരണം ഇൻ കേസ് നമുക്കിനി മേടിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ അതൊരു ഇഷ്യൂ ആകുകയല്ലേ. അതുകൊണ്ട് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഓൺലൈനായിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി സംഭവം ഓപ്പൺ ചെയ്തു. ലുക്ക് വൈസൊക്കെ നോക്കുമ്പോൾ ഞാൻ കൊടുത്ത സാധനമല്ല കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നൊരു പിങ്ക് കളറാണ് ഞാൻ ഓർഡർ കൊടുത്തത്. പക്ഷേ വന്നത് റെഡ് കളറാണ്. ലുക്ക് വൈസൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു ലുക്ക് വൈസൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് 244 റുപ്പീസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും രൂപയുടെ മേടിച്ചതല്ലേ, അപ്പോൾ കുറച്ചും കൂടെ നല്ല സാധനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്
ഇട്ട് നോക്കിയപ്പോൾ ഇതും ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. 2 ലെയർ ഇവർ ഇവയുടെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ 3 ലെയറാണ്. ഇതിൻ്റെ 3ാമത്തെ ലെയർ നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ച സ്ലിപ്പറിൻ്റെ അടിയിൽ എന്ത് മെറ്റീരിയലാണോ അവർ ആഡ് ചെയ്തിരിക്കുന്ന അതേ സെയിം പ്ലാസ്റ്റിക് ലോ ക്വാളിറ്റി സാധനമാണ് ഇതിൻ്റെ അടിയിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവർ പറയുന്നത് പെയിൻ റിലീഫിന് ബെസ്റ്റാണെന്നൊക്കെയാണ്. ഇത് ഞാൻ വിചാരിച്ചു ഇത്രയും പൈസ കുറച്ച് കൂടിയതല്ലേ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ഞാനൊരു 10-15 മിനിറ്റോ 20 മിനിറ്റോ ഇട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് കുനിയാൻ പോലും പറ്റുന്നില്ല. കാരണം ഓൾറെഡി ബാക്ക് പെയിൻ ഉണ്ട്. എനിക്ക് ബാക്ക് പെയിൻ കുറച്ച് നല്ലോണം കൂടി. ലെഗിൻ്റെ ആ ഒരു പോർഷൻ എന്ന് വെച്ചാൽ മുമ്പത്തേക്കാളും ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു രക്ഷയില്ല. അതുപോലെ എനിക്ക് പെയിനായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് മേടിക്കരുത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ. നമ്മളിപ്പം MCRൻ്റെ ഒക്കെ ചപ്പലൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ബാക്ക് പോർഷൻ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി സോഫ്റ്റ് ആയിരിക്കും. ഇത് ഭയങ്കര ഹാർഡ് മെറ്റീരിയലാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ മേടിച്ചു എന്ന് കരുതി ആ ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ചില ആളുകളൊക്കെ ഫോട്ടോസൊക്കെ അതിൻ്റെ അടിയിൽ റിവ്യൂസിൽ വരുമ്പോൾ അത് കണ്ട് നമ്മൾ മേടിക്കും. ചിലപ്പോൾ ചിലതൊക്കെ ഫേക്കായിരിക്കും. കാരണം ഫേക്കായിട്ടൊക്കെ ചില പ്രോഡക്റ്റുകൾ അവർ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ട്രാപ്പിലായി റോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ മേടിച്ച് യൂസ് ചെയ്യരുത്. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഞാൻ വീട്ടിൽ ഇട്ടത് ഇവിടെ ഉണ്ടായിരുന്നൊരു ചെരുപ്പാണ്. ഒരാളെനിക്ക് തന്നതാണ്. ഞാൻ വീടിൻ്റെ അകത്തിടാനായിട്ട് VKCയുടെ ഒരു പ്രൈഡ് ആ ഒരു ചെരുപ്പാണ്. 273 റുപ്പീസോ അതോ 293 ആണോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഇട്ടത്. എനിക്ക് പെയിൻ റിലീഫ് നല്ല കുറവുണ്ട്. പിന്നെ അതേപോലെ ഞാൻ വീട്ടിൽ ഇടാനായിട്ട് എനിക്ക് ഇവിടെ മെൻസിൻ്റെ ഒരു നമ്മുടെ ഉഡീസിയുടെ ഒരു ചപ്പൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇട്ടത്. എനിക്കിത് രണ്ടും ഇട്ടപ്പോൾ സത്യമായിട്ട് ഞാൻ പറയുവാണ്, പെയിൻ റിലീഫ് നല്ല കുറവുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് ഇതേപോലെ ഓൺലൈനായിട്ട് മേടിക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സ്ലിപ്പറിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഡോക്ടർ എക്സ്ട്രാ സോഫ്റ്റ് എന്നാട്ടോ. അതേത് ഡോക്ടറാണ് പറഞ്ഞതെന്ന് നമുക്കൊരു പിടിയില്ല. നമ്മൾ ഈ പേരൊക്കെ കേട്ടാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും മേടിച്ച് യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ സ്ലിപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 250 എങ്കിലും അല്ലെങ്കിൽ 200-ന് മേലെ ഉള്ള ചെരുപ്പുകൾ, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്ലിപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഫുൾ വെയ്റ്റും നമ്മുടെ ലെഗിൻ്റെ പോർഷൻ അവിടെയാണ് വരുന്നത്. അപ്പം നമ്മളിടുന്ന ചെരുപ്പിന് ആ ഒരു വെയ്റ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് പോകണമെങ്കിൽ എപ്പോഴും എന്താ പറയുക, നമ്മുടെ ബോഡിക്കാണെങ്കിലും ആ ഒരു കംഫർട്ട്നെസ് കിട്ടണമെങ്കിൽ മിനിമം നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള സ്ലിപ്പറുകൾ മേടിച്ച് യൂസ് ചെയ്യണം. അല്ലാത്ത സ്ലിപ്പറുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്ക് പെയിന് അല്ലെങ്കിൽ ലെഗിൻ്റെ പെയിൻ ഇതൊക്കെ വരുന്നത്. ഹീലിൻ്റെ പോർഷനിൽ പെയിനുള്ള ആളുകൾ ഒരിക്കലും ഹൈ ഹീലായിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു 1/2 ഇഞ്ചൊക്കെ ആ ഹീലിൻ്റെ പോർഷനിൽ കുറച്ച് ഒരു ഹൈറ്റ് വരുന്ന അത്തരം ചെരുപ്പുകൾ യൂസ് ചെയ്യുക. അല്ലാതെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ളതും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കി മേടിച്ച് ഉപയോഗിക്കുക.